നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ നിരവധി ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കാൻ കാരണം. ഇനിയുള്ള കാലത്ത് സിനിമയിൽ പഴയതുപോലെ ദിലീപിനെ ശോഭിക്കാൻ അനുവദിക്കില്ലെന്ന തരത്തിൽ വരെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ദിലീപിനോടുള്ള അമർഷം കാണിക്കാൻ ചിലർ നടന്റെ പുതിയ സിനിമ ഭബബ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഭബബ കേരളത്തിൽ 100 ദിവസം ഓടാൻ വേണ്ടി വഴിപാട് നേർന്ന് കലാമണ്ഡലം സത്യഭാമ. ഭബബ കേരളത്തിലെ തിയേറ്ററുകളിൽ 100 ദിവസം ഓടുമെന്നും അങ്ങനെ സംഭവിച്ചാൽ പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ നേർന്നിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. ദിലീപിന്റെ സിനിമ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നും 10% വരുന്ന അവൾക്കൊപ്പം മനുഷ്യരെ 90% വരുന്ന അവനൊപ്പം മനുഷ്യർ കണ്ടം വഴി ഓടിച്ച് കാഴ്ചയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ പ്രദർശന കേന്ദ്രങ്ങളിലും കാണുന്നത് എന്നും സത്യഭാമ പറഞ്ഞു. നേരത്തെ മറ്റൊരു പോസ്റ്റിൽ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്കെതിരെയും സത്യഭാമ രംഗത്തെത്തിയിരുന്നു. ഭാഗ്യലക്ഷ്മി ഇനി പുറത്തിറങ്ങുമ്പോൾ തലയിൽ ഒരു മുണ്ടിടാൻ മറക്കേണ്ട എന്നായിരുന്നു ഭബബയുടെ തിയേറ്റർ പ്രതികരണങ്ങളുടെ വീഡിയോ പങ്കുവെച്ച് സത്യഭാമ പറഞ്ഞത്. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെതിരെ വിദ്വേഷ പ്രതികരണം നടത്തി വിവാദത്തിലായ വ്യക്തിയാണ് കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന്റെ നിറത്തെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം എന്നൊക്കെയായിരുന്നു സത്യഭാമ പറഞ്ഞത്. ഇത് വലിയ വിവാദമാവുകയും കേസാകുകയും എല്ലാം ചെയ്തിരുന്നു. ഭബബ സിനിമയെക്കുറിച്ചുള്ള കലാമണ്ഡലം സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പ്രാർത്ഥനകൾ ഫലം കണ്ടു. ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും ഇന്ന് ഇറങ്ങിയ സിനിമ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നു. 100% എന്റർടൈൻമെന്റ് പെർഫോമൻസ് എന്നാണ് എറണാകുളത്തുള്ള ഗീതാഞ്ജലി പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസം ഓടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. 100 ദിവസം ഓടിയാൽ പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ ഞാൻ നേർന്നിട്ടുണ്ട്. 10% വരുന്ന അവൾക്കൊപ്പം മനുഷ്യരെ 90% വരുന്ന അവനൊപ്പം മനുഷ്യർ കണ്ടം വഴി ഓടിച്ചു മനോഹര കാഴ്ചയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ പ്രദർശന കേന്ദ്രങ്ങളിലും കാണുന്നത്. ഇന്നലെയാണ് ഭബബ റിലീസ് ചെയ്തത്. ദിലീപിനൊപ്പം മോഹൻലാൽ ക്യാമിയോ ആയി എത്തുന്ന ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. നടി നൂറിൻ ഷെരീഫും ഭർത്താവ് ഫഹീം സഫറും തിരക്കഥയൊരുക്കിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ധനഞ്ജയ് ശങ്കറാണ്. അതേസമയം 2ാം പ്രതി മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വീഡിയോയിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ദിലീപും താനും നിരപരാധിയാണെന്ന് പറയുകയും അതിജീവിതയുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടി നേരിട്ടത്. ഇതേ തുടർന്ന് അതിജീവിത നൽകിയ പരാതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷയും ലഭിച്ചതിൽ നടി കടുത്ത മാനസിക സംഘർഷത്തിലാണ്. വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള നീക്കത്തിലാണ് പ്രോസിക്യൂഷൻ. സംസ്ഥാന സർക്കാരും അതിജീവിതയ്ക്ക് പരസ്യമായ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന മാർട്ടിന്റെ വീഡിയോയും അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും അതീവ ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് മാർട്ടിന്റെ വീഡിയോ പ്രചരിച്ചത്. താൻ നിരപരാധിയാണെന്ന് വാദിക്കുന്ന ഈ വീഡിയോ മാർട്ടിൻ ജാമ്യത്തിലായിരുന്ന സമയത്ത് ചിത്രീകരിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിജീവിതയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ വീഡിയോയുടെ നിർമ്മാണത്തിലും പ്രചാരണത്തിലും വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വീഡിയോ ചിത്രീകരിച്ചത് ആരാണെന്നും എവിടെയാണെന്നുമുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയാണോ മാർട്ടിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ജയിലിൽ പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു വീഡിയോ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പോലീസ് കരുതുന്നു. ഇത് ചിത്രീകരിക്കാൻ മാർട്ടിനെ സഹായിച്ച സംഘത്തെ കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിക്കാനും അത് വ്യാപകമായി പ്രചരിപ്പിക്കാനും മാർട്ടിൻ ആരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്ന് സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. മാർട്ടിൻ തന്റെ പേര് വെളിപ്പെടുത്തിയെന്നും വീഡിയോയിലൂടെ അധിക്ഷേപിച്ചതും കാട്ടി അതിജീവിത പരാതി നൽകിയിരുന്നു. ഇതിനൊപ്പം വീഡിയോ പ്രചരിപ്പിച്ച 24 ലിങ്കുകളും കൈമാറിയിട്ടുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ അതിജീവിതയ്ക്കെതിരെ വരുന്ന കമന്റുകളിലും കുറിപ്പുകളിലും വലിയ സാമ്യതയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഇതിന്റെ ഉറവിടം അന്വേഷിക്കും. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത
ഇല്ലാതാണോ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നും അന്വേഷിക്കും. നിലവിൽ വിയ്യൂർ ജയിലിൽ കഴിയുന്ന മാർട്ടിനെതിരെ തൃശൂർ സൈബർ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. അതിജീവിതയെ അപമാനിക്കുകയും പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തതിനുമാണ് കേസ്. അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അയാൾ വിചാരണ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് TG മോഹൻദാസ്. പ്രതികൾ ആരും തന്നെ കോടതിയിൽ പീഡനം നിഷേധിച്ചിട്ടില്ല എന്നാണ് വിധിയിൽ പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോയിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിചാരണ കോടതിയിൽ അയാൾ പറഞ്ഞിട്ടില്ല. ഇത് നടന്നിട്ടില്ല, ഇത് സാങ്കല്പികമാണ്, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാനാണ് ആ വണ്ടി ഓടിച്ചത്, എനിക്കറിയാം അതിനകത്ത് ഒരു ചുക്കും നടന്നിട്ടില്ല എന്നൊക്കെ കോടതിയിലും പറയണ്ടേ. പക്ഷേ ഇയാൾ ഇതൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ആരും തന്നെ റേപ്പ് കേസ് നിഷേധിച്ചിട്ടില്ല. ചെറിയ ചില ഒബ്ജക്ഷൻസ് അല്ലാതെ വേറെ ഒന്നും തന്നെ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പ്രതികൾക്കെല്ലാം വക്കീലും ഉണ്ടായിരുന്നു. ഇവരാരും നിസ്സഹായരായാണെന്നും ആയിരുന്നില്ല. 6 പ്രതികൾ പ്ലസ് ദിലീപിന്റെ വക്കീൽ, അങ്ങനെ 7 വക്കീലന്മാർ ഈ അതിജീവിതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇത് തെളിഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെടുന്ന വീഡിയോ വെച്ചൊന്നുമല്ല റേപ്പ് തെളിയുന്നത്. ശാസ്ത്രീയമായ പരിശോധനയിലാണ് കാര്യങ്ങൾ തെളിഞ്ഞത്. ആ റേപ്പ് നടന്നിട്ടില്ല എന്ന് വാദിക്കാൻ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് സാധിച്ചില്ല. 8ാം പ്രതിയായിരുന്നല്ലോ ദിലീപ്. ദിലീപിന്റെ വക്കീൽ ബി രാമൻപിള്ള സർ സമർത്ഥനാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ റേപ്പ് നടന്നില്ല എന്ന് വന്നാൽ അതിന്റെ 1ാം ഗുണഭോക്താവ് ദിലീപാണ്. റേപ്പേ നടന്നില്ല, പിന്നെ എന്ത് കൊട്ടേഷൻ, ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് കോടതി സകലരെയും പുറത്തുവിടും. റേപ്പ് നടന്നില്ല എന്ന് പറയാൻ രാമൻപിള്ള സാറും ശ്രമിച്ചിട്ടില്ല. മാർട്ടിൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടുമില്ല. മാർട്ടിന്റെ ആ വീഡിയോ എടുത്ത് ആഘോഷിക്കുന്നത് ഒരു മാന്യതയല്ല. പക്ഷേ ഇതൊക്കെ കൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാകുന്നില്ല. ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് വേറെ തെളിവ് വേണം. അതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി വിധിച്ചു കഴിഞ്ഞു. കോടതിയിൽ ബാലചന്ദ്രകുമാർ എന്ന കഥാപാത്രം കോടതിയിൽ ഒരുപാട് മൊഴികൾ കൊടുത്തു. ഇദ്ദേഹം കൊടുത്ത ഡിജിറ്റൽ തെളിവുകളെല്ലാം എഡിറ്റഡ് ആണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ചുക്കും കയ്യിലില്ലാത്ത ഒരു മനുഷ്യൻ, വെറും വാചകമടി മാത്രം. ബട്ട് ചാനലിൽ കിടന്ന് ഷൈൻ ചെയ്യും. ഈ ചാനൽ ഷൈനിങ് കൊണ്ട് കേസ് ജയിക്കാൻ പറ്റില്ല. ഇത് വക്കീലന്മാരോട് പറഞ്ഞാൽ അവരും സമ്മതിക്കില്ല. ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസ് ഹൈക്കോടതിയിൽ പോയാലെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടണം. അതിനുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം. ഹൈക്കോടതിയിലും തോക്കുമെന്നാണ് അവർക്ക് വിലയിരുത്തൽ. തോറ്റാൽ പോലും ജനമനസ്സിൽ ദിലീപ് കുറ്റക്കാരനായിട്ട് കിടക്കണം. അതിനുവേണ്ടിയിട്ട് നിരന്തരം നടത്തുന്ന ക്യാമ്പയിനാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിൽ നടന്ന ഒരുപാട് ബലാത്സംഗ കേസുകളിൽ, അടുത്ത് നടന്ന വിവാദമായ കേസുകളിൽ പോലുമുള്ള ആരോപണമാണ് എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, എന്റെ അശ്ലീല ചിത്രങ്ങൾ എടുത്തു, വീഡിയോ എടുത്തു, അത് ആര് പറഞ്ഞെടുപ്പിച്ചതാണ്, ആരാണ് അതിന്റെ പിന്നിൽ, ആ വീഡിയോ എടുക്കാൻ ആര് പറഞ്ഞു, ആരും പറഞ്ഞില്ല. അത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റേതോ കാര്യത്തിനായി ഈ റേപ്പിസ്റ്റ് തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഈ നടിയുടെ കാര്യം വന്ന് കഴിയുമ്പോൾ അത് പോരാ, ആ വീഡിയോ എടുത്തതല്ല, എടുപ്പിച്ചതാണ്, കല്ല് വീണതല്ല, എറിഞ്ഞതാണ്, എറിഞ്ഞ ആളെ പിടിച്ചില്ല, കല്ലിനെ പിടിക്കുന്നു, ഈ ന്യായമൊക്കെ വരുന്നു. എന്തുകൊണ്ട് മറ്റേ കേസിൽ ഈ ന്യായം വരുന്നില്ല? ഈ കാര്യത്തിൽ മാത്രം വീഡിയോ എടുത്തതിന്റെ പുറകിൽ ആരെങ്കിലും വേണം. ഒന്നുകിൽ ദിലീപ് വേണം, അല്ലെങ്കിൽ മാർട്ടിൻ പറഞ്ഞ പോലെ ലാല് വേണം, അല്ലെങ്കിൽ രമ്യ നമ്പീശൻ, ആരെങ്കിലും ഇതിന്റെ പുറകിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. ഇതെന്തൊരു വാശി! ശരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയിൽ ഈ ബാലചന്ദ്രകുമാറിനെ ഒക്കെ കൊണ്ടുപോയി നാണം കെട്ടു. ഇനിയെങ്കിലും ആ കലാപരിപാടി അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.